ആനന്ദ് കൊച്ചുകൂടി ഇവിടെ എല്ലാ കാലത്തും യു ഡി എഫിൽ പ്രശ്നങ്ങളില്ലാതിരുന്നിട്ടില്ല. യു ഡി എഫ് CPM എന്ന് പറയുന്നത് പോലൊരു കേഡർ സംവിധാനം, അല്ലെങ്കിൽ അവിടെ നിന്ന് തീരുമാനിക്കുക, അത് താഴെത്തട്ടിലേക്ക് അതേപോലെ എത്തുക, ആളുകൾ അതേപോലെ അനുസരിക്കുക എന്നൊരു സംവിധാനം അതിലില്ല. എന്ന് പറഞ്ഞാൽ പോലും ഈ പറയുന്ന രീതി ഇപ്പോൾ ജോർജ് പൊടിപ്പാറ സാർ പറയുന്നത് പോലെ സ്ഥാനാർത്ഥികളുടെ പരിചയം ചിലപ്പോൾ തിരിച്ചടിയാകാമെങ്കിലും സ്ഥാനാർത്ഥികളെ അവർക്കറിയാം. സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ പരിചിതരാണ്. 55-56 സ്ഥാനാർത്ഥികൾ, അല്ലെങ്കിൽ CPM ചേർന്ന ഭൂരിപക്ഷ സ്ഥാനാർത്ഥികളും അതത് മണ്ഡലത്തിൽ അറിയാവുന്നവരാണ്. UDF അതല്ലാത്തവരാണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി അവർ ഹോംവർക്ക് ചെയ്യണ്ടേ? ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴും കുറേ എങ്കിലും മണ്ഡലങ്ങളിൽ അവർ പ്രഖ്യാപിക്കേണ്ട, പക്ഷേ സ്ഥാനാർത്ഥികളോട് അവിടെ പ്രവർത്തിക്കാൻ പറയണ്ടേ? ഇവിടെ നേമത്ത് ജയസകലാണോ വൈഷ്ണവാണോ എന്ന് ഇപ്പോഴും അറിയില്ല. അരുവിക്കരയിൽ ലാസ്റ്റ് മൊമെന്റിൽ വിളിച്ച് ശബരിനാഥനോട് മത്സരിക്കാൻ പറയുക. ഇനി വേണം അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവാൻ, ഇനി വേണം അവരുടെ സ്ഥാനാർത്ഥികൾ പുതിയവരാണെങ്കിൽ അവർക്ക് ആ മണ്ഡലത്തിലേക്ക് ഇറങ്ങാൻ. ശ്രീ ആനന്ദ് കൊച്ചുകൂടി. ഹാഷ്മി, ഈ ഇന്ന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ അവരെല്ലാവരും പരിചിതരാണ് എന്നുള്ളത് ഒരു CPM-ന് താൽക്കാലികമായിട്ടൊരു അഡ്വാൻറ്റേജ് കൊടുക്കുന്ന സംഭവമാണ്. അത് CPI ആണെങ്കിലും CPM ആണെങ്കിലും അവരുടെ ബഹുഭൂരിപക്ഷം സ്ഥാനാർത്ഥികളും മുൻപ് മത്സരിച്ച സിറ്റിംഗ് MLA-മാർ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ ഒരു വിൻഡോ, അതായത് ഇന്ന് നാളെ അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ട് മാത്രം പക്ഷേ അവർക്ക് ഒരു എഡ്ജ് ഉണ്ട് എന്ന് കരുതുക വയ്യ. കാരണം ഇനിയും 10-25 ദിവസമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ ഇനി UDF-ന് മുന്നേറാൻ കഴിയുമെങ്കിൽ നല്ല സ്ഥാനാർത്ഥികൾ. പക്ഷേ ഒരു കാര്യം ശരിയാണ്, ഈ സ്ഥാനാർത്ഥികൾ പലരും പുതുമുഖങ്ങളാണെങ്കിൽ അത് 2021-ലും UDF-ന് പുറകോട്ടടിച്ച ഒരു കാര്യമാണ്. പല യുവ നേതാക്കളെയും 50ഓളം യുവ നേതാക്കളെ കഴിഞ്ഞ തവണ കോൺഗ്രസ് അവതരിപ്പിച്ചെങ്കിലും പലരെയും മണ്ഡലത്തിൽ പരിചിതരല്ലാത്തതുകൊണ്ടും പലരും പുതുമുഖങ്ങളായിരുന്നതുകൊണ്ടും അവരെ അവിടെ ഒരു ഓളമുണ്ടാക്കാൻ അവർക്ക് സമയമെടുത്തു, അല്ലെങ്കിൽ അവരെ എല്ലായിടത്തും അവർക്ക് ഓടിയെത്താൻ പറ്റിയില്ല. റോഡ് ഷോകൾ കൂടി കൊണ്ട് മാത്രം വോട്ടർമാരെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു തരത്തിലല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ഇവർ ജീപ്പിലോ അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ കയറി കൈവീശി കാണിച്ചത് കൊണ്ട് മാത്രം വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയില്ല. പക്ഷെ അതൊക്കെ പറയുമ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ UDF-ന് കിട്ടിയ ആ ഒരു മുന്നേറ്റം, അത് വലിയൊരു മുന്നേറ്റം തന്നെയാണ്. ഇവിടെ കേരളത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം അത് ചെറിയ തോതിലല്ല, വലിയ തോതിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് വളരെ സുവ്യക്തമാണ്. അത് മാത്രമല്ല, മധ്യകേരളത്തിലൊക്കെ പലയിടത്തും ഈ സ്ഥാനാർത്ഥികളെ നോക്കാതെ പൊളിറ്റിക്കൽ വോട്ട് എന്ന നിലയ്ക്ക് തന്നെ മധ്യകേരളത്തിലൊക്കെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, UDF-ന് വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പലരോടും നമുക്ക് സംസാരിക്കുമ്പോൾ വ്യക്തമാണ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ വോട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ആ ഒരു മുന്നേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ വോട്ടുകൾ UDF-ന് നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത് സ്ഥാനാർത്ഥികൾ തന്നെയാണ്. സ്ഥാനാർത്ഥികൾ വലിയ ഒരു ഘടകം തന്നെയാണ്. 25 ദിവസമാണോ 20 ദിവസമാണോ ആയിക്കോട്ടെ, പക്ഷേ മികച്ച സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ വേറൊരു തരത്തിൽ നമുക്കിതിനെ നോക്കാം. LDF-ൻ്റെ സ്ഥാനാർത്ഥികൾ വന്നു. ഇപ്പം നേമത്ത് ആരാണ്, അല്ലെങ്കിൽ വട്ടിയൂർക്കാവിൽ ആരാണ്, ഈ പലയിടത്തും ഈ വളരെ നിർണായകമായി ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ CPM ഇപ്പോൾ പാലക്കാട് ഒഴിച്ചിട്ടിട്ടുണ്ട്. അത് തന്നെ അവർ അവിടെ ഒരു പ്രത്യേക സ്ഥാനാർത്ഥിയെ, പ്രത്യേക മതവിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനാണ് എന്ന് പറയപ്പെടുന്നു. അതുപോലെ കോൺഗ്രസിനിപ്പോൾ ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് നിൽക്കുന്നത് എന്ന് CPM-ൻ്റെ സ്ഥാനാർത്ഥികളെ മനസ്സിലായ സ്ഥിതിക്ക് കോൺഗ്രസിന് ആ രീതിയിൽ സാമുദായികമായിട്ടും മറ്റും സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനുള്ള സമയമുണ്ട്. അതിനും ശേഷമായിരിക്കും ഇനി BJP-യുടെ സ്ഥാനാർത്ഥികൾ വരുന്നത്. കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും, ഒരു കുറച്ച് പേരെങ്കിലും അവർ റിബലുകളായിട്ടോ അല്ലെങ്കിൽ അവസാനം BJP-യുടെ പാളയത്തിലെത്തുമോ എന്ന് അവർ ഉറ്റുനോക്കുന്നു. ഇന്ന് തന്നെ 2020-യുടെ കുന്നത്തുനാട്ടെ സ്ഥാനാർത്ഥിയായിട്ട് അടൂരിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ സാബു ജേക്കബിന് ചാക്കിട്ട് പിടിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് വലിയ അത്ഭുതമാണ് ഉണ്ടാക്കുന്നത്. കാരണം കുന്നത്തനാട് പോലെ 2020-ക്ക് ഏറ്റവും സ്വാധീനമുള്ള അവരുടെ മണ്ഡലത്തിൽ പോലും അവർക്ക് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു ദിവസം, ഇന്നത്തെ ദിവസം CPM തന്നെയാണ് ജയിച്ചത്. ഇപ്പോൾ ഞാൻ ഈ നിങ്ങളുടെ ആലപ്പുഴ ബ്യൂറോയിലേക്ക് വരുമ്പോൾ സലാമിൻ്റെ
വലിയ ഒരു മോട്ടോർക്കയുടെ ഒരു ബൈക്ക് റാലി കണ്ടിരുന്നു. ജി സുധാകരനെ ആണെങ്കിൽ അദ്ദേഹം ഇപ്പോഴും UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കുമോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കുമോ മത്സരിക്കുന്നത് എന്ന് പോലും വ്യക്തമല്ല. അപ്പോൾ തൽക്കാലം 2 ദിവസത്തേക്ക് CPM-നും CPI-ക്കും അല്ലെങ്കിൽ LDF-നും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നല്ല സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുകയും ഇനി തമ്മിൽ തല്ലാതെ, അതായത് UDF-ന്റെ ഘടകകക്ഷികൾ തമ്മിൽ ഒരു തർക്കമില്ലാതെ സ്ഥാനാർത്ഥികളെ അവർക്ക് ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്യാൻ പറ്റുകയും റിബലുകൾ ഇല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങളില്ലാതെ പരിഹരിക്കാൻ പറ്റുകയും ചെയ്താൽ ആ ഒരു 2 ദിവസത്തെ അഡ്വാൻറ്റേജ് അത് ഒരാഴ്ച കൊണ്ട് തന്നെ ആ ഒരു അഡ്വാൻറ്റേജ് ഇല്ലാതാക്കാൻ UDF-ന് വളരെ എളുപ്പത്തിൽ പറ്റും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.